കെ ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ NCPയിൽ എതിർപ്പ് ശക്തം. നേതൃയോഗത്തിലും ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ അതൃപ്തി അറിയിച്ചു നേതാക്കൾ. എതിർക്കുന്നവർക്ക് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോയുടെ പരോക്ഷ പിന്തുണയുണ്ട്. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ NCP യുവജന വിഭാഗം രംഗത്തെത്തി. ശശീന്ദ്രൻ പാർട്ടി സംഘടനാ രംഗത്ത് സജീവമാകണം എന്ന് നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് യൂസഫ് പുതുപ്പാടി 24നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ യുവജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾ ഈ വിഷയത്തിലുണ്ട്. കാരണം കടന്നു വരാൻ പോകുന്ന പുതിയൊരു യുവജന നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു അഭികാമ്യമായ ഒരു കാര്യമല്ല. പുതുതായി കടന്നു വരുന്ന ആളുകളിൽ പോലും അത്തരം വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശശീന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി സുജിത് തിരുവണ്ണൂർ. ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഇതേപോലെയുള്ള ഒരു ചെറിയ പാർട്ടിയിൽ അങ്ങനെ വീണ്ടും മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് 10-40 വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പലർക്കും മാനസികമായിട്ടും വളരെ തളർത്തുന്ന ഒരു സംഭവമാണ്. ആയതിനാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് മാറി നിന്നുകൊണ്ട് സംഘടനാ രംഗത്തേക്ക് ഇറങ്ങി സംഘടനയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശ്രീത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്, നേരത്തെ അവിടെ ജില്ലാ കമ്മിറ്റി ഉണ്ടായി, അതിൽ പ്രമേയം 86 പേർ പങ്കെടുത്ത പ്രമേയത്തിൽ 3 പേർ മാത്രമാണ് ശശീന്ദ്രൻ അനുകൂലമായി പറഞ്ഞത്. ബാക്കി എല്ലാവരും അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് മുക്കം മജീദ്, അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കണമെന്ന് നിലപാട് പറയുന്നു. ഇപ്പോൾ യുവജനവിഭാഗം രംഗത്ത് വരുന്നു. സംസ്ഥാന സമിതിയുടെ ഒരു നിലപാട് എങ്ങനെയാണ്? എലത്തൂർ കലാപമാവോ ശ്രീത്? ഹാഷ്മി, എലത്തൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ NCPക്കകത്ത് പുകയുകയാണ്. എലത്തൂരിൽ വീണ്ടും ഒരു മത്സരത്തിന് തയ്യാറെടുക്കുന്ന AK ശശീന്ദ്രന് അനുകൂലമായിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നലെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി NCPയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നിരുന്നു. 12 അംഗങ്ങളുള്ള ഒരു സമിതിയാണ്. ഈ ബോഡിയാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള NCPയുടെ സംസ്ഥാനത്തെ പരമാധികാര ബോഡി. പിന്നീട് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥി പാനൽ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുകയും ദേശീയ നേതൃത്വം അതിൻ്റെ അംഗീകാരത്തോടെ പ്രഖ്യാപിക്കുകയുമാണ് NCPയുടെ സംഘടനാ രീതി. ഇന്നലെ പാർലമെന്ററി ബോർഡിൽ 12 പേരിൽ 8 പേർ പങ്കെടുത്തു. ഇതിൽ 2 പേർ AK ശശീന്ദ്രൻ മത്സരിക്കരുതെന്ന കർശനമായ നിലപാടെടുത്തു. അത് ശശീന്ദ്രന് വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു. ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ തന്നെയാണ് ഇത്തരമൊരു നിലപാടുമായി രംഗത്ത് വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുൻപ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ഈ കൂറുമാറ്റം അദ്ദേഹത്തെ അമ്പരപ്പിച്ചു കളഞ്ഞു. വളരെ ആത്മവിശ്വാസത്തോടെ പാർലമെന്ററി ബോർഡ് യോഗത്തിലേക്ക് പോയ ശശീന്ദ്രൻ മടങ്ങി വന്നത് അല്പം ദുഃഖിതനായിട്ടാണ്. കാരണം 2 പേർ അദ്ദേഹത്തെ എതിർത്തു. മാത്രമല്ല NCPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ PC ചാക്കോയും ശശീന്ദ്രൻ മത്സരിക്കുന്നതിനോട് പൂർണ്ണമായും അനുകൂലമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചു. എലത്തൂരിൻ്റെ കാര്യത്തിൽ ഒറ്റപ്പേര് പോകേണ്ടതില്ല, മറിച്ച് ഒരു പട്ടിക അവിടെ നിന്ന് പോകട്ടെ എന്ന ഒരു നിർദ്ദേശമാണ് ഈ ചാക്കോ യോഗത്തിൽ നൽകിയത്. അതും ശശീന്ദ്രന് പ്രതികൂലമായ ഒരു കാര്യമായിട്ടാണ് പൊതുവിൽ NCP നേതൃത്വം കണക്കാക്കുന്നത്. എന്തായാലും മുക്കം മുഹമ്മദിന് NCPയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിന് NCPക്കകത്ത് പിന്തുണ കൂടുന്നു. ശശീന്ദ്രൻ മത്സരിക്കുന്നതിനായ വികാരം പാർട്ടിക്കകത്ത് ശക്തമാകുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.